ഹായ്, നമുക്ക് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്റർ പഠിക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ ആണ് ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 അല്ലെ? അപ്പോ അതിനു മുമ്പായി ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഏകദേശം ഒരു 100 വർഷത്തോളം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ നേരം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തെ പാകിസ്ഥാനും ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, അവര് ഇവിടുന്ന് പോയത്. അത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മൗണ്ട് ബാറ്റൻ പ്ലാൻ പ്രകാരം അതായത് ഇന്ത്യയെ രണ്ട് രാജ്യമായിട്ട് വിഭജിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവർ പോയതെന്ന്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന അതിന്റെ ഒരു ഇമേജ്. അന്ന് ഡൽഹിയിൽ ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു ഇമേജ് ആണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, തന്നേക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, while gaining freedom our country was divided into two separate independent nations. നമ്മുടെ രാജ്യം നമുക്ക് കിട്ടിയപ്പോൾ, ഫ്രീഡം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഇന്ത്യ ആൻഡ് Pakistan. Therefore, India's first Independence Day was not just a moment of happiness, but also one filled with sorrow. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം നമുക്ക് സന്തോഷം മാത്രമായിരുന്നില്ല, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നിലനിന്നിരുന്നു. കാരണം നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യം, എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു രാജ്യം ഡിവൈഡ് ആയി പോകാൻ നേരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് റെഫ്യൂജീസ്, ഒരുപാട് പ്രശ്നങ്ങൾ, കലഹങ്ങൾ, ജാതിപരമായിട്ടും അല്ലാതും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ ആഫ്റ്റർ പാർട്ടീഷൻ. നമുക്ക് ഈ ഒരു മാപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് പഠിക്കാം. നോക്കുക, മാപ്പിൽ വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ കാണാൻ വേണ്ടി പറ്റുന്നത് നമുക്ക്. ഈ കാണുന്നതാണ് ഇന്ത്യ. ഇത് വെസ്റ്റ് പാകിസ്ഥാൻ, ഇത് ഈസ്റ്റ് പാകിസ്ഥാൻ. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യ. ക്ലിയർ ആണോ? ഇനി നോക്കിയാൽ നമുക്കറിയാം, മൊത്തമായിരുന്നു ഇന്ത്യ. ഇന്ത്യയുടെ പല ബൗണ്ടറികളും വേർതിരിച്ചാണ് വെസ്റ്റ് പാകിസ്ഥാനും അതുപോലെ ഇവിടുത്തെ ബൗണ്ടറി വേർതിരിച്ചാണ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. അപ്പൊ ആരായിരുന്നു ആ ബൗണ്ടറി പ്രിപ്പയർ ചെയ്തത്? അദ്ദേഹമാണ് സിറിൽ റാഡ്ക്ലിഫ്. ആരാണ്? സിറിൽ റാഡ്ക്ലിഫ്. അദ്ദേഹം ആരായിരുന്നു? എ റിനോഡ് ലോയർ ഇൻ ലണ്ടൻ, വാസ് അസൈൻഡ് വിത്ത് ദ ടാസ്ക് ഓഫ് drawing the detailed boundary map on the partition of India. ഇന്ത്യയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാർട്ടീഷൻ ടൈമിലുള്ള ബൗണ്ടറി മാപ്പ് ഡ്രോ ചെയ്യുന്നതായിരുന്നു പുള്ളിയുടെ പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കാണാം. പുള്ളിയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ബൗണ്ടറി ഒക്കെ തിരുത്തിയേക്കുന്നത്. പുള്ളിക്ക് ഇതിനെ പറ്റിയുള്ള ധാരണയൊന്നുമില്ല. ഇന്ത്യയുടെ ജോഗ്രഫിക്കലായിട്ടോ അല്ലാതെ ഇന്ത്യനെ പറ്റി യാതൊരു ധാരണയില്ല. പുള്ളി വന്നു, പുള്ളിയുടെ രീതിയിൽ എന്ത് ചെയ്തു, വെസ്റ്റ് പാകിസ്ഥാൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താക്കാം, ഈസ്റ്റ് പാകിസ്ഥാൻ എന്നെന്ത് ചെയ്ത് പുള്ളി ഡിവൈഡ് ചെയ്തു. നോക്കാം, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് വെന്റ് ടു പാകിസ്ഥാൻ. അതായത് ഒരുപാട് ഇന്ത്യൻ പ്രൊവിൻസസ് അങ്ങോട്ട് പോയി, പാകിസ്ഥാനിലേക്ക് പോയി. ദ മെജോറിറ്റി ഓഫ് ദ ടെറിട്ടറീസ് റിമെയിൻഡ് വിത്ത് ഇന്ത്യ. ഭൂരിഭാഗവും മെജോറിറ്റിയും എവിടെയായിരുന്നു? ഇന്ത്യയിലാണ്. നമുക്ക് കണ്ടറിയാം, കണ്ട ഇത്രയും വലുതാണ് ഇന്ത്യ. മെജോറിറ്റിയും എവിടെ തന്നെ നിലനിന്നു? ഇന്ത്യയിൽ നിലനിന്നു. വൈൽ വെസ്റ്റ് ബംഗാൾ റിമെയിൻഡ് വിത്ത് ഇന്ത്യ, ഈസ്റ്റ് ബംഗാൾ ബിക്കം ഈസ്റ്റ് പാകിസ്ഥാൻ. നമുക്കറിയാം, ഇതായിരുന്നു ബംഗാൾ. ബംഗാൾ പാർട്ടീഷൻ ചെയ്തു. ഇപ്പുറത്തുള്ളത് ഈ ഭാഗം ഈസ്റ്റും ഇത് വെസ്റ്റും ആണ്. നമുക്കറിയാലോ, ഈ സൈഡ് ഈസ്റ്റും ഇത് വെസ്റ്റും,
ഇതെന്താണ് നോർത്തും ഇതെന്താണ് സൗത്തും ആണ്. അപ്പോൾ ഇതായിരുന്നു ബംഗാൾ. ഈ ബംഗാളിന്റെ ഇപ്പുറത്തെ ഭാഗം ഈസ്റ്റ് ആയിട്ടും ഇതേ ഇവിടുന്ന് ഇപ്പോഴുള്ള ഭാഗം വെസ്റ്റ് ബംഗാളായിട്ടും എടുത്തു. വെസ്റ്റ് ബംഗാൾ ക്ലിയർ ആണോ? അപ്പൊ ഈസ്റ്റ് സൈഡിലുള്ളത് ഈസ്റ്റ് പാകിസ്ഥാനായിട്ടും വെസ്റ്റ് സൈഡിലുള്ളത് വെസ്റ്റ് ബംഗാൾ നമ്മൾ ഇന്ത്യ എന്ത് ചെയ്തു എടുത്തു. അതുപോലെ ഈസ്റ്റ് പഞ്ചാബ് ബിക്കം പാർട്ട് ഓഫ് ഇന്ത്യ, വെസ്റ്റ് പഞ്ചാബ് വെന്റ് ടു പാകിസ്ഥാൻ. ഓക്കെ, ഇതാണ് ഇവിടെയാണ് പഞ്ചാബ്. പഞ്ചാബില വെസ്റ്റ് ഈ സൈഡ് വെസ്റ്റ് സൈഡ് അങ്ങോട്ട് പോയി വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് ഇപ്പുറത്തുള്ളത് അങ്ങോട്ട് പോയി ഈസ്റ്റ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു പോയി. ക്ലിയർ ആണോ? ഈസ്റ്റ് പഞ്ചാബ് അങ്ങോട്ടേക്ക് വന്നു, ഇന്ത്യയിലേക്കും വന്നു. ക്ലിയർ ആണോ? അപ്പോ ഈസ്റ്റ് പാകിസ്ഥാൻ അതായത് ഈസ്റ്റ് ബംഗാള് പാകിസ്ഥാനിലേക്കും വെസ്റ്റ് പഞ്ചാബ് പാകിസ്ഥാനിലേക്കും പോയി. അതുപോലെ വെസ്റ്റ് ബംഗാൾ ഇന്ത്യയിലേക്കും ഈസ്റ്റ് പഞ്ചാബ് ഇന്ത്യയിലേക്കും വന്നു. ക്ലിയർ ആണല്ലോ? ഇനി അതുപോലെ തന്നെ സിൽഹറ്റ് ബിക്കം പാർട്ട് ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ. സിൽഹറ്റും എങ്ങോട്ട് പോയി? ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് പോയി. ക്ലിയർ ആണോ? ബംഗാൾ ഈസ്റ്റ് ബംഗാളും പാകിസ്ഥാനിലേക്ക് പോയി, അതാണ് ഈസ്റ്റ് പാകിസ്ഥാൻ. അതുപോലെ സിൽഹറ്റും എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. ക്ലിയർ ആണല്ലോ? ആഫ്റ്റർ ദ പാർട്ടീഷൻ an exodus of Hindus and Sikhs took place from West Punjab to India. ധാരാളം ആൾക്കാർ എങ്ങോട്ടേക്ക് വന്നു? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. കാരണം നമുക്കറിയാം ആ സമയത്തെ വാർത്തകളും അതുപോലെ നിങ്ങൾ ഹിസ്റ്ററിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ആ ടൈമിൽ പാകിസ്ഥാനിൽ ധാരാളം വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നു. ഹിന്ദുസിനെയും സിഖിനെയും ഒരുപാട് വളരെ മോശപ്പെട്ട ഭയാനകമായ രീതിയിൽ കലാപങ്ങൾ നടന്നിരുന്നു. അപ്പൊ അവിടെ സിഖുകാരും പഞ്ചാബുകാരും ഇങ്ങോട്ടേക്ക് വന്നു, ഇന്ത്യയിലേക്ക് വന്നു. ഇവിടുത്തെ മുസ്ലിങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ അങ്ങോട്ടേക്കും പോയി, പാകിസ്ഥാനിലേക്കും പോയി. അറ്റ് ദ സെയിം ടൈം മെനി മുസ്ലിംസ് ഫ്രം ഇന്ത്യൻ പഞ്ചാബ് മൂവ് ടു പാകിസ്ഥാൻ. ഇന്ത്യ എന്നുള്ള മുസ്ലിംസ് എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലേക്കും പോയി. പാകിസ്ഥാനിലുണ്ടായിരുന്ന സിഖും ഹിന്ദുക്കളും എങ്ങോട്ടേക്ക് വന്നു? ഇന്ത്യയിലേക്കും വന്നു. ക്ലിയർ ആണോ? ഇനി അത് പാകിസ്ഥാന്റെ കേസിലാണ്. വെസ്റ്റ് പാകിസ്ഥാന്റെ കേസിലാണ്. ഈസ്റ്റ് പാകിസ്ഥാനിലാണെങ്കിലോ നമ്മുടെ ബംഗാളാണ് ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്തത്. ഈസ്റ്റ് പാകിസ്ഥാന്റെ കേസിൽ എന്തായിരുന്നു? അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമുക്ക് നോക്കിയാൽ കാണാം. നോക്ക്, ഇതാണ് ഈസ്റ്റ് പാകിസ്ഥാൻ. ഓൾറെഡി ബംഗാൾ ആയിരുന്നു. ബംഗാൾ പാർട്ടീഷൻ നടന്നായിരുന്നു. എപ്പോഴാണ്? 1905 ബംഗാൾ പാർട്ടീഷൻ നടന്നായിരുന്നു. അപ്പോ ഓൾറെഡി അവർക്ക് രാജ്യസ്നേഹം വളരെ കൂടുതലായിരുന്നു അന്ന് തന്നെ. അതായത് ബംഗാൾ പാർട്ടീഷൻ ടൈമിൽ തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം ഭയങ്കര യൂണിറ്റി ഉള്ള, അതായത് ഭയങ്കര ഐക്യമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് അവർക്ക് ജാതി അതിനേലും വലുതായിരുന്നു രാജ്യസ്നേഹം. അവരുടെ പ്രദേശം അവർക്ക് ജാതി എന്നിട്ട് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അത് അതിനേലും ഭയങ്കര അഡ്വാൻറ്റേജ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അവര് കുറച്ചും കൂടി വില കൊടുത്തിരുന്നത് അവരുടെ രാജ്യമായിരുന്നു. അതുകൊണ്ട് ഈസ്റ്റ് പാകിസ്ഥാനിൽ മതപരമായുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാരണം നോക്കണ്ട, സെക്യുലർ നാഷണലിസം ദാറ്റ് ഡെവലപ്ഡ് ത്രൂ ദ മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ടൈമിൽ തന്നെ അവരിൽ എന്തുണ്ടായിരുന്നു? ഒരു സെക്യുലർ നാഷണലിസം. അവരുടെ മൈൻഡിൽ മതേതരത്വ രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ജാതിപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈസ്റ്റ് പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് വരണം എന്നുള്ള കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് ദ ലിംഗ്വിസ്റ്റിക് യൂണിറ്റി ഓഫ് ബംഗാൾ. നമ്മൾ ബംഗാളി വെച്ച് കളിയാക്കുമെങ്കിലും അവർ ഭയങ്കര ഭാഷാടിസ്ഥാനത്തിൽ, ബംഗാൾ എന്ന് പറയുന്ന ഭാഷാടിസ്ഥാനത്തിൽ അവർ നല്ല ഐക്യമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ പ്രദേശമായിരുന്നു വലുത്. ദ ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഹിൻഡേർഡ് ദ സഡൻ മൈഗ്രേഷൻ ടു ബോത്ത് കൺട്രീസ്. അതായത് ഇതിലെ കൂടിയാണ് ബ്രഹ്മപുത്ര റിവർ പോണത്. അതുകൊണ്ട് ഈസ്റ്റ് പാകിസ്ഥാനിൽ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പെട്ടെന്നൊന്നും കടന്നു വരാൻ വേണ്ടി പറ്റൂല. ഇന്ത്യയും തിരിച്ചും അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, പോകാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ക്ലിയർ ആണോ? പക്ഷെ പാകിസ്ഥാനിലെ കേസിൽ എന്തായിരുന്നു? സിഖുകാരും ഇങ്ങോട്ടേക്കും ഹിന്ദുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു, തിരിച്ച് മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് പോയി.
പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. അതുകൂടാണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് അവരുടെ രാജ്യമായിരുന്നു പ്രധാനം. പിന്നെ അവർക്ക് വരാൻ പറ്റില്ല, കാരണം ഇവിടെ ബ്രഹ്മപുത്ര റിവറൊക്കെ ഇന്ത്യയിലെ കൂടിയാണ് പോണത്. കടന്നു വരാനൊക്കെ ഭയങ്കര പ്രയാസം ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്, വെൻ പാർട്ടീഷൻ ബിക്കം പെയിൻ. പാർട്ടീഷന് ശേഷം ധാരാളം വേദനകളാണ് നമുക്ക് കിട്ടിയത്. വേദനകൾ മീൻസ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? പാർട്ടീഷൻ ക്രിയേറ്റഡ് മെനി പ്രോബ്ലംസ് ലൈക്ക് ദിസ്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് റെഫ്യൂജീസ് ഫോളോഡ് ഫ്രം ഇന്ത്യ ടു പാകിസ്ഥാൻ ആൻഡ് ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ. അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഒരുപാട് റെഫ്യൂജീസ്, ആരോരുമില്ലാത്ത, വീടും കുടുംബവും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ട ധാരാളം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? പലായനം ചെയ്തു. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇനി രണ്ടാമത്തത്, വൈഡ് സ്പ്രെഡ് വയലൻസ് took place and tens of thousands were killed. ധാരാളം വയലൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 10,000-കണക്കിന് ആളുകൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. അതുപോലെ കമ്മ്യൂണൽ റൈറ്റ്സ് ബ്രോക്ക് ഔട്ട് ഇൻ പ്ലേസ് ലൈക്ക് കൊൽക്കത്ത, ഡൽഹി ആൻഡ് ലാഹോർ. കമ്മ്യൂണൽ റൈറ്റ്സ്, മതപരമായിട്ടുള്ള വിപ്ലവങ്ങൾ, വിപ്ലവം മീൻസ് കലാപങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോഴും അറിയാൻ വേണ്ടി പറ്റും അല്ലെ? ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇപ്പോഴും എന്താണ്? ശത്രുക്കളാണ്. റീസെന്റ് പോലും ഒരു വാർ നടന്നതാണ്. അപ്പോൾ കമ്മ്യൂണൽ റൈറ്റ്സ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ആ സമയത്ത് നടന്ന സ്ഥലങ്ങളാണ് കൊൽക്കത്ത, ഡൽഹി, ലാഹോർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു ധാരാളം. ഇന്നും എന്താ പറയണ, ഈ കമ്മ്യൂണിറ്റിയുടെ പേരിലും മതത്തിന്റെ പേരിലും അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രീതിയിൽ ധാരാളം കമ്മ്യൂണൽ റൈറ്റ്സ് ഇന്നും ആളുകളുടെ ഉള്ളിൽ, അതായത് കലാപാഹ്വാനം ചെയ്യുന്ന ആൾക്കാർ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനി മെനി വുമൻസ് വേർ ഡിസോണർ. സ്ത്രീകൾക്ക് അനാഥരായി. ന്യൂമറസ് വുമൻ ആൻഡ് ചിൽഡ്രൻ ബിക്കം വിക്ടിം ഓഫ് അബ്ഡക്ഷൻ. ഒരുപാട് കുട്ടികളെയും സ്ത്രീകളെയും നാടുകടത്തി തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ പാർട്ടീഷൻ ടൈമിൽ ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ്. ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ഇനി അടുത്തത്, ഫാദർ ഓഫ് ദ നേഷൻ ബിക്കംസ് മാറ്റർ. അതായത് നമുക്കറിയാം നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലെ? മഹാത്മാഗാന്ധി. ഗാന്ധിജി who strove for the Hindu-Muslim unity was shot dead by Nathuram Vinayak Godse, a communalist, on January 30, 1948 at the courtyard of Birla House in New Delhi. നമ്മുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചാണ് കൊന്നത്. നമുക്കറിയാം ആരെ വെടിവെച്ച് കൊന്നത്? നാഥുറാം വിനായക് ഗോഡ്സെ അല്ലെ? ആ ഒരു ടൈമില് ചില ആളുകളുടെ ഉള്ളിൽ എന്തായിരുന്നു? മഹാത്മാഗാന്ധി മൂലമാണ് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ചത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് അന്നത്തെ ഒരു വിഭാഗം ജനങ്ങളിൽ ഒരാള് നാഥുറാം വിനായക് ഗോഡ്സെ ആണ് മഹാത്മാഗാന്ധിനെ വെടിവെച്ച് കൊന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മഹാത്മാഗാന്ധി പ്രവർത്തിച്ചേക്കുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അന്നോട് ഭയങ്കര വർഗീയ കലാപങ്ങളായിരുന്നു. ആ സമയത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരു കയ്യിൽ ഒരേപോലെ നിർത്താൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്ത ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം മരണപ്പെട്ടത് ജനുവരി 30, 1948. പേരാണോ? മഹാത്മാഗാന്ധി മരിച്ചതോടുകൂടി ഇന്ത്യയിലെ വെളിച്ചം എന്നേക്കുമായി അവസാനിച്ചു എന്നൊക്കെയാണ് എന്ത് ചെയ്തത്? പറഞ്ഞത് അന്നത്തെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആണോ? ഇനി അടുത്തത്, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്. അതായത് ആരോരുമില്ലാത്ത, ഈ അനാഥരായ, വീടും സ്ഥലവും ഒന്നുമില്ലാത്ത ആളുകളെയൊക്കെ റീഹാബിലിറ്റേഷൻ ചെയ്യണം, പുനരധിവസിപ്പിക്കണം. അതായിരുന്നു ഇന്ത്യ ഫേസ് ചെയ്ത ഒന്നാമത്തെ ചലഞ്ച്. രണ്ടാമത്തെ എന്തായിരുന്നു? ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. നമുക്കറിയാം ഏകദേശം 600ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, 600ഓളം നാട്ടുരാജ്യങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകാൻ നേരം ഈ നാട്ടുരാജ്യങ്ങൾക്ക് 3
കാര്യങ്ങൾ, 3 അവകാശം കൊടുത്തിരുന്നു. ഒന്ന്, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോകാം, ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോകാം, പാകിസ്ഥാനിലേക്ക് പോകാം. ഇനി ഇത് രണ്ടും വേണ്ടേ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യമായിട്ട് നിലനിൽക്കാം. ഈ 3 അവകാശങ്ങൾ അവർക്ക് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയത്. ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഈ 3 അവകാശം കൊടുത്തിരുന്നു. അപ്പോ ഈ 600ഓളം നാട്ടുരാജ്യങ്ങളെല്ലാം ഒരുമിപ്പിച്ച് ഇന്ത്യയിൽ നിർത്തണം. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. അതായിരുന്നു രണ്ടാമത്തെ ചലഞ്ച്. മൂന്നാമത്തെ, ഇൻകോർപ്പറേഷൻ ഓഫ് പോർച്ചുഗീസ് ആൻഡ് ഫ്രഞ്ച് ടെറിട്ടറീസ്. ബ്രിട്ടീഷുകാർ പോയെങ്കിലും ചില സ്ഥലങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്ന ചില സ്ഥലങ്ങൾ പോർച്ചുഗീസിന്റെ അണ്ടറിലും അതുപോലെ ഫ്രഞ്ചിന്റെ അണ്ടറിലുമായിരുന്നു. ഇതെല്ലാം എന്ത് ചെയ്യണം, തിരിച്ചെടുക്കണം. നാലാമത്തെ, ദി ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യമായ നാടാണ്, ഡൈവേഴ്സിറ്റി അല്ലെ. ഭാഷയുടെ രീതിയിലാണെങ്കിലും വസ്ത്ര രീതിയാണെങ്കിലും ഭക്ഷണ രീതിയാണെങ്കിലും ഇന്ത്യ വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ്. അപ്പോൾ പലതരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം, സ്റ്റേറ്റ് എന്ത് ചെയ്യണം, രൂപീകരിക്കണം, ഫോം ചെയ്യണം. അതായിരുന്നു അടുത്ത ടാസ്ക്. അടുത്തത്, സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ എക്കണോമി. നമുക്കറിയാം ബ്രിട്ടീഷുകാരോട് പോകാൻ നേരം ഇന്ത്യ എന്ന് പറയുന്നത് പട്ടിണി നിറഞ്ഞ ഒരു രാജ്യമായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ, ജനങ്ങളെല്ലാം പട്ടിണിയായിരുന്നു. പട്ടിണി മൂലം ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പത്തറ്റിക് ആയിട്ടുള്ള ഒരു എക്കണോമി ആയിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ആ എക്കണോമിയെ സ്ട്രോങ് ആക്കണം, ഡെവലപ്പ് ചെയ്യണം. അതിന് ധാരാളം സ്ട്രാറ്റജീസ് വേണം, പദ്ധതികൾ വേണം. അപ്പോൾ അതെല്ലാം കൊണ്ടുവരണം. അതായിരുന്നു അടുത്തതായിട്ടുള്ള ചലഞ്ച്, സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ എക്കണോമി. അടുത്തത്, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി. ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് അവരോടുണ്ടാകുന്ന ഒരു പോളിസി, വിദേശ നയം എങ്ങനെയായിരിക്കണം, ഓരോ രാജ്യങ്ങളോടും എങ്ങനെ സമീപിക്കണം, അവരോടുണ്ടാകേണ്ട അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളോട് എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള നയപരമായുള്ള പോളിസി മേക്ക് ചെയ്യുക. അതായിരുന്നു അടുത്തത്. അപ്പൊ ഇങ്ങനെ 6 ചലഞ്ചസ് ആണ് ഇന്ത്യക്ക്, അതായത് ഇൻഡിപെൻഡന്റ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ഓരോന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പാഠഭാഗത്തിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിന്റെ വിശദീകരണമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചലഞ്ച് നോക്കാം. റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്. ഏകദേശം 6 മില്യൺ പീപ്പിൾ ഫ്രം പാകിസ്ഥാൻ ഹാഡ് ബിക്കം റെഫ്യൂജീസ് ഇൻ ഇന്ത്യ. ഏകദേശം 6 മില്യൺ ആൾക്കാർ പാകിസ്ഥാനിൽ നിന്ന് റെഫ്യൂജീസ് ആയിട്ടുണ്ടായിരുന്നു. ആ റെഫ്യൂജീസിനെ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ധാരാളം നടപടികൾ എന്ത് ചെയ്തു, സ്വീകരിച്ചു. അങ്ങനെ ഏകദേശം 1951 ആയപ്പോ ഈ റെഫ്യൂജി ക്രൈസിസ് എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തു. ഏത് വർഷമാണ്? 1951 ആയപ്പോൾ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റെഫ്യൂജീസിന്റെ ആ ഒരു ക്രൈസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പരിഹരിക്കാൻ വേണ്ടി സാധിച്ചു. എന്നിരുന്നാലും പിന്നീട് ഈസ്റ്റ് പാകിസ്ഥാൻ, തുടക്കത്തിൽ ഇനീഷ്യലി ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് പോകെ വർഷങ്ങൾ കഴിയുന്തോറും ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരുപാട് നാളത്തെ ശേഷം which in later year led to a continuous flow of refugees from East Pakistan to India. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പോകെ ഇന്ത്യയിലേക്ക് ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും റെഫ്യൂജീസ് വരാൻ വേണ്ടി തുടങ്ങി. അതിന് പരിഹാരം കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? ദ ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ് ഇൻ 1971. അതിന് പരിഹരിക്കാൻ വേണ്ടി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം എന്ത് ചെയ്തു, ഫോം ചെയ്തു. അതിനുവേണ്ടിയുള്ള ഒരു റെസൊല്യൂഷൻ എന്ത് ചെയ്തു, പാസ്സാക്കി. ക്ലിയർ ആണോ? അപ്പോ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള റെഫ്യൂജീസിനെ 1951 എന്ത് ചെയ്തു, ഇന്ത്യ ഗവൺമെന്റ് പരിഹരിച്ചു. ഈസ്റ്റ് പാകിസ്ഥാനിൽ വരുന്നത് എങ്ങനെ പരിഹരിച്ചത്? അതിന് താൽക്കാലികമായിട്ട് ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് എന്ത് ചെയ്തു, ഫോം ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇനി ഇതായിരുന്നു ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തേതായിരുന്നു ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. എന്താണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്? നമുക്കറിയാം, പറഞ്ഞായിരുന്നു ഏകദേശം ഇന്ത്യ എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ നാട്ടുരാജ്യങ്ങൾ, കൊച്ചി, മലബാർ, ട്രാവൻകൂർ എന്ന് പറയുന്ന
ചെറിയ ചെറിയ രാജ്യങ്ങൾ. എത്ര ഉണ്ടായിരുന്നു? 565. ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് ഇവിടുന്ന് പോകാൻ നേരത്ത് ഒരു അതോറിറ്റി കൊടുത്തു. എന്താണ് അതോറിറ്റി? ദ അതോറിറ്റി ടു ജോയിൻ either ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഓർ പാകിസ്ഥാൻ. ഒന്നല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ എന്ത് ചെയ്യാം? അവർക്ക് ജോയിൻ ചെയ്യാം. ഇല്ലാന്നാണെങ്കിൽ എന്ത് ചെയ്യാം? ടു റിമൈൻ ആസ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ്. അവർക്കൊരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് എന്ത് ചെയ്യാം? നിലനിൽക്കാം എന്നുള്ള ഒരു അതോറിറ്റി ആര് കൊടുത്തിരുന്നു? ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകാൻ നേരം കൊടുത്തിരുന്നു. ഇന്റഗ്രേഷൻ ദീസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ ടു ഇന്ത്യൻ യൂണിയൻ വാസ് ചലഞ്ചിങ് ടാസ്ക്. ഈ പറയുന്ന 565 നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യ എന്ന് പറയുന്ന യൂണിയനിലേക്ക് ചേർക്കാന്ന് പറയുന്നത് നല്ല വലിയ പണിയായിരുന്നു. ഹെർക്കുലിൻ ടാസ്ക് ആയിരുന്നു. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു അത്. This mission was successfully accomplished by a team led by സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു മിഷൻ, ഈ ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ എന്ത് ചെയ്തു? നിയമിച്ചു. ആ ടീമിന്റെ നേതൃത്വം ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. Then Home Minister VP Menon, the Secretary of State Department. Home Minister സർദാർ വല്ലഭായ് പട്ടേൽ, VP Menon. Clear ആണോ? They invited all princely states to sign the instrument of accession and join the Indian Union. ഇവർ ചെന്ന് എന്ത് ചെയ്തു? എല്ലാ നാട്ടുരാജ്യങ്ങളിലും പോയി സംസാരിക്കും. എന്നിട്ട് രാജാവിനോട് പറയും ഇന്ത്യൻ യൂണിയനിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇതിനായിട്ട് ഒരു എഗ്രിമെന്റ്, അതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ മിലിറ്ററി, അവരുടെ എക്സ്റ്റേണൽ അഫേഴ്സ്, ഇതെല്ലാം ഇന്റേണൽ അഫേഴ്സ്, എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഇന്ത്യൻ യൂണിയനിലേക്ക് എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. ഇതായിരുന്നു ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ഇന്ത്യ മൊത്തം നടന്ന് 565 നാട്ടുരാജ്യങ്ങളിലെയും രാജാക്കന്മാരുടെ അടുത്ത് പോയി ഇത് സംസാരിച്ച് ഇന്ത്യൻ യൂണിയനിലേക്ക് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ക്ലിയർ ആണോ? ഇനി however the rulers of princely states of Junagadh, Kashmir, Travancore, Hyderabad refused to join the Indian Union. ചില രാജ്യങ്ങൾ എന്ത് ചെയ്തില്ല? ഇന്ത്യയിൽ ചേരില്ല എന്ന് പറഞ്ഞു. ആരൊക്കെയായിരുന്നു? ഒന്ന് ജുനാഗഡ്, പിന്നെ ഏതാണ്? കാശ്മീർ, ട്രാവൻകൂർ, ഹൈദരാബാദ്. ഇവരൊന്നും എന്ത് ചെയ്യില്ല? ജോയിൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നീട് ദീർഘനാളത്തെ കൗൺസിലേഷൻ ടോക്സിലൂടെയും മിലിറ്ററി ആക്ഷനിലൂടെയുമാണ് ഇവരെന്ത് ചെയ്തത്? നമ്മൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തത്. ക്ലിയർ ആണോ? Rulers of the princely states that accede to the Indian Union were granted privy passes. അതായത് ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ വിസമ്മതിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അവരുടെ അടുത്ത് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് തരാം? ഒരു എമൗണ്ട് എന്ത് തരാം? അതായത് വർഷാവർഷം ഒരു എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രാജാക്കന്മാർക്ക് തരാമെന്ന് പറഞ്ഞു. ഇതിനെയാണ് privy passes എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? A fixed amount of financial aid was provided by government to the ruling family of these princely states. അതായത് ആ നാട്ടുരാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് എന്ത് കൊടുക്കും? ഗവൺമെന്റ് ഒരു ഫിക്സഡ് എമൗണ്ട് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നു. ഇതിനെയാണ് privy passes എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് മൂന്നാമത്തതാണ് ലിബറേഷൻ ഓഫ് ഫ്രഞ്ച് ആൻഡ് പോർച്ചുഗീസ് എൻക്ലേവ്സ്. ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയെങ്കിലും ചില സ്ഥലങ്ങൾ ഫ്രാൻസിന്റെയും അതുപോലെ പോർച്ചുഗീസിന്റെയും അണ്ടറിലായിരുന്നു. ഏതൊക്കെയാണ് സ്ഥലങ്ങൾ? നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ കാണാം. മാപ്പിൽ നോക്കിയാൽ കണ്ട ഈ ബ്ലൂ കളർ കാണുന്നത് ഏതാണ്? പോർച്ചുഗീസിന്റെ ആണ്. ഏതൊക്കെയാണ് ബ്ലൂ? ഗോവ, ദാമൻ, ദിയു, ദാദ്രാക്ക. ഈ കാണുന്ന പിങ്ക് മജന്ത കളർ ഏതൊക്കെയാണ്? അത് ഫ്രഞ്ചിന്റെ ആണ്. കണ്ടോ? ഈ ഇവരെപ്പോഴാണ് പോയത്? ഓണറിംഗ് ദ റിക്വസ്റ്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ്, ഫ്രാൻസ് എഗ്രി ടു ലീവ് ഇൻ ഇന്ത്യ ഇൻ 1954. ഏത് വർഷമാണ്? 1954. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് സ്ഥലങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിൽ ആയത് എപ്പോഴാണ്? അതായത് ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് സ്ഥലങ്ങൾ കിട്ടിയത് എപ്പോഴാണ്?
1954. ക്ലിയർ ആണോ? ഏതൊക്കെയായിരുന്നു സ്ഥലങ്ങൾ? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരിക്കൽ ആൻഡ് ചന്ദ്രാനഗർ came under the direct administration of central government. ക്ലിയർ ആണോ? ഏത് വർഷമാണ്? 1954. ഏതൊക്കെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരിക്കൽ, ചന്ദ്രാനഗർ. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ ഈ സ്ഥലങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഫ്രഞ്ചിന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഇനി the Portuguese refused to the territories of Goa, Daman and Diu which were under their control of India. അതായത് പോർച്ചുഗീസ് എന്ത് ചെയ്തു? കൊടുത്തില്ല. അവരുടെ ഫ്യൂച്ചർ അവരെന്ത് ചെയ്തു? ഒക്കെ വേണ്ടാന്ന് വെച്ചു, തരില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മൂലം 1954 ദാദ്ര ആൻഡ് നാഗർ ഹാവേലി region ended following a popular uprising. ജനങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ മൂലവും അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മൂലം എന്തു പറ്റി? പോർച്ചുഗീസിന് ആ സ്ഥലങ്ങൾ ആർക്ക് കൊടുക്കേണ്ടി വന്നു? ഇന്ത്യക്ക് കൊടുത്തു. പിന്നീട് വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഈ ഗോവ, ദാമൻ, ദിയു എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇന്ത്യ എന്ത് ചെയ്തു? മിലിറ്ററി ഓപ്പറേഷനിലൂടെ എന്ത് ചെയ്തു? പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ക്ലിയർ ആണോ? ഏത് വർഷമായിരുന്നു? 1961. ഏത് വർഷമാണ്? 1961. ക്ലിയർ ആണോ? അപ്പോ 1954 ഫ്രഞ്ചിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്ന് 54 ഏതൊക്കെയാണ്? ദാദ്ര നാഗർ ഹവേലിയും 61 ഗോവ ആൻഡ് ദാമൻ ദിയു എന്ന് പറയുന്ന സ്ഥലങ്ങളും ഇന്ത്യൻ യൂണിയനിലേക്ക് എന്ത് ചെയ്യുന്നത്? യോജിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ഈ സ്ഥലങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാണുന്ന സ്ഥലങ്ങൾ, ഈ കാണുന്ന ബ്ലൂവിൽ ഇതാരുടെയാണ്? പോർച്ചുഗീസിന്റെയും. ഈ കാണുന്ന മജന്ത കളർ ഇതാരുടെയാണ്? ഫ്രഞ്ചിന്റെയുമാണ്. ക്ലിയർ ആണോ?